Today we will be talking about research aptitude. All we know, it is a very relevant topic for NET examination. In this section, I am going to discuss meaning and definition of research, types of variables, types of hypothesis and types of research. I think നിങ്ങൾ പലർക്കും റിസർച്ച് എന്താണെന്ന് അറിയാം അല്ലേ? എന്നാലും ലെറ്റ്സ് സീ വാട്ട് ഈസ് റിസർച്ച്. വളരെ ഡൈനാമിക് ആയൊരു വേർഡാണ് റിസർച്ച്. കാരണം meaning of which varies from person to person or from field to one field to another field. ഉദാഹരണമായി പറയുകയാണെങ്കിൽ someone do research for buying products. നമ്മൾ തന്നെ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ പല വെബ്സൈറ്റുകൾ, ഓൺലൈൻ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യും, ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ എക്സെട്ര. ദെൻ വി കമ്പയർ ബ്രാൻഡ്, പ്രൈസ്, ദെൻ ഫീച്ചേഴ്സ് എക്സെട്ര. ഓക്കെ, എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ടു ഗെറ്റ് എ ബെറ്റർ ഡീൽ, അല്ലെങ്കിൽ ടു ഗെറ്റ് എ ബെസ്റ്റ് ഡീൽ. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ദേ സീ റിസർച്ച് ആസ് കളക്ടിങ് ഇൻഫോർമേഷൻ ഫ്രം ഇന്റർനെറ്റ് ടു ഡു ദയർ അസൈൻമെന്റ് അല്ലേ? അതായത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ റിസർച്ചിന്റെ മീനിങ് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഫീൽഡ് സയൻസിലുള്ള ഫിസിക്സിലോ കെമിസ്ട്രിയിലോ പറയുന്ന റിസർച്ച് സോഷ്യൽ സയൻസ് റിസർച്ചിന് നോക്കുമ്പോൾ അതും വ്യത്യാസപ്പെട്ടിരിക്കും. Thus we can say that the scope of a research is very vast and dynamic. Okay, then none of the above example can be considered as research. Why? Unless the research contribute to existing knowledge or literature and it follows a predefined methodology in a scientific way, we cannot say it is research. Is it clear? Okay, it should be contribute something to the existing literature or existing knowledge. Okay, here നമ്മളൊരു വേർഡ് പറഞ്ഞു scientific manner. What is it? Scientific knowledge means the laws or theories which explain certain phenomena or behavior in a scientific manner. Okay, in this sense research means search for fact or answers to the questions or solution to the problems. More clearly, it is a scientific and systematic search for pertinent information on a specific topic. That means if you have a problem, then you are trying to study that problem, you should collect information scientifically or systematically. Here systematic knowledge or systematic search means you should follow a step by step procedure in your research. Okay, research എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പല ഘട്ടങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ സ്റ്റെപ്സിലൂടെയാണ് റിസർച്ച് കടന്നു പോകുന്നത്. ആദ്യം നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, ദെൻ ആ പ്രോബ്ലത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി അതിന്റെ തിയറി അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ നടത്തുന്നു. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ വർക്ക് റിലേറ്റഡ് ടു ദാറ്റ് ടോപ്പിക് അല്ലേ? നമ്മൾ സെർച്ച് ചെയ്യുന്നു, വായിക്കുന്നു, കൂടുതൽ അറിവുണ്ടാവാൻ വേണ്ടിയാണ് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ച്. ദെൻ നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾസ് എന്താണെന്ന് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. വേരിയബിൾസ് കളക്ട് ചെയ്യുന്നു, ക്വസ്റ്റനെയർ ഉണ്ടാക്കുന്നു, ദെൻ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ദെൻ നമ്മൾ ഫൈൻഡിങ്സ് എഴുതുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ സ്റ്റേജസിലൂടെയാണ് റിസർച്ച് കടന്നു പോകുന്നത്. ഓക്കെ, ദെൻ അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് റിസർച്ച്? എന്താണ് റിസർച്ച്? വളരെ ശാസ്ത്രീയമായ രീതിയിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് റിസർച്ച് ഡെഫിനിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിസർച്ച് എന്ന വേർഡ് തന്നെ വളരെ ഡൈനാമിക് ആയ ഒന്നാണെന്ന്. അതുകൊണ്ട് തന്നെ പല ഓതേഴ്സും പല രീതിയിലാണ് റിസർച്ചിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഡെഫിനിഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് according to Clifford Woody, the research comprises defining and redefining problems, formulating hypotheses or suggested solutions, collecting, organizing and evaluating data, finally making deduction and reaching conclusions.
The next definition given by D. Schlesinger and M. Stephenson. According to them, research is the manipulation of things, concept or symbol for the purpose of generalizing to extend, correct or verify knowledge, whether that knowledge aids in construction of a theory or in the practice of art. Next is objectives of a research. Types of research inde അടിസ്ഥാനത്തിലാണ് ഇവിടെ objectives of research വിവരിക്കുന്നത്. The first objective is to gain familiarity with a phenomenon or to achieve new insight into it. This is meant for exploratory research. Actually, ഇത് അർത്ഥമാക്കുന്നത് അപരിചിതമായ ഒരു കാര്യത്തെ അല്ലെങ്കിൽ പുതിയൊരു പ്രതിഭാസത്തെ കുറിച്ച് അറിയുക അല്ലെങ്കിൽ അതിലോട്ടുള്ള ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതാണ് റിസർച്ചിന്റെ പ്രഥമ ലക്ഷ്യം. ദാറ്റ് മീൻസ് എക്സ്പ്ലോറേറ്റീവ് റിസർച്ച്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് പറയുമ്പോൾ പറയും എന്താണ് എക്സ്പ്ലോറേറ്റീവ് റിസർച്ച് എന്നുള്ളത്. Then second objective is to portray accurately the characteristics of a particular individual, situation or a group. This is for descriptive research. Here, ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ കൃത്യമായി വിവരിക്കുന്നതാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ സയൻസിൽ കൊമേഴ്സ് അതുപോലെ മാനേജ്മെന്റ് അങ്ങനെയുള്ള പല റിസർച്ചുകളും എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. നമ്മളൊരു സിറ്റുവേഷന് അതെന്താണെന്ന് അതുപോലെ തന്നെ വിവരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, then next is to determine the frequency with which something occurs or with which it is associated with something else. This is for diagnostic research. എന്താണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്? ആക്ച്വലി ഡോക്ടേഴ്സ് എന്താണോ ചെയ്യുന്നത് അതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. നമ്മളൊരു പനിയായിട്ട് ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുന്നു അല്ലേ? അപ്പൊ ആദ്യം ഡോക്ടർ എന്താ ചെയ്യാ? ലക്ഷണങ്ങളൊക്കെ ചോദിക്കും. തലവേദനയുണ്ടോ, ജലദോഷമുണ്ടോ, ദേഹം വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതിനുശേഷമാണ് നമുക്ക് മെഡിസിൻ തരുന്നത് അല്ലേ? then എന്നിട്ട് എന്ത് പറയും? 3 ദിവസം ഇത് കഴിക്കൂ, കുറഞ്ഞില്ലെങ്കിൽ വരൂ എന്ന് പറയും. നമ്മൾ 3 ദിവസം മരുന്ന് കഴിക്കും, കുറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോവില്ല, കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും നമ്മൾ 3-ാം ദിവസം ചെല്ലുന്നു. then ഡോക്ടർ എന്ത് ചെയ്യും? ബ്ലഡ് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ പറയും. അല്ലെങ്കിൽ വീണ്ടും ലക്ഷണങ്ങൾ ചോദിച്ചിട്ട് പുതിയ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു അല്ലേ? ഇപ്പൊ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്താണോ ഡോക്ടർ അവിടെ ആ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എയിംസ് അറ്റ് ഐഡന്റിഫൈയിങ് കോസസ് ഓഫ് എ പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് പോസിബിൾ സൊല്യൂഷൻസ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്ത? പനി കൊണ്ട് വന്നപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ അതിന്റെ സൊല്യൂഷൻ, പോസിബിൾ സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് to test a hypothesis of causal relationship between variables. This is hypothesis testing research. ഇവിടെ എന്താ ചെയ്യുന്നത്? They try to understand cause and effect relationship between two variables. Next is types of variables. As the name suggests, variable is a characteristic which can be measured or it take on different quantitative values. In statistics, variable is a symbol of which numerals or values are attached. It will vary over time across unit. For example, ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഹൈറ്റ് 5 feet 2 inch ആണ്. നിങ്ങൾ ഓരോരുത്തരുടെ ഹൈറ്റ് എടുത്ത് നോക്കുക. എന്താണ്? പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യാസപ്പെട്ടിരിക്കും. എന്താ? വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ നമ്മൾ ഹൈറ്റിന് എന്ത് പറയാം? ഒരു വേരിയബിൾ ആണെന്ന് പറയാം. അതുപോലെ ഇൻകം, വെയിറ്റ്, മാർക്സ് ഇതൊക്കെ എന്താണ്? വേരിയബിൾ ആണ്. വേരിയബിൾ എന്താണ്? ക്ലിയർ ആയില്ലേ? അതായത് ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഹാവ് ഡിഫറെന്റ് വാല്യൂ. ഓക്കെ, then there are two important types of variables. First one is dependent variable, second is independent variable. Here dependent variable is a variable affected by independent variable or its response to independent variable. Take an example. Drinking cold water leads to fever. Here fever is dependent variable. Fever is dependent variable. It is affected by independent variable, that is drinking cold water. Okay, then here independent variable is a changing variable which is antecedent to the dependent variable. Take one more example.
IQ varies with age. IQ varies with age. ഇവിടെ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? IQ. IQ varies with age. Age is a independent variable. IQ is dependent on age. Okay. Concept clear ayo? Next is hypothesis. Hypothesis usually considered as an important mechanism in research. It is a reasonable guess based on available evidence which the researcher wishes to prove through his study. It's a reasonable guess based on available evidence which the researcher wishes to prove through his study. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടെൻഡേറ്റീവ് ആൻസർ ടു ദ റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്താണെന്ന് നമുക്കൊരു ധാരണയുണ്ടാവും അല്ലേ? അങ്ങനെ ആയിരിക്കും എക്സ്പെക്റ്റഡ് ഔട്ട്കം. ആ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കത്തിനെ നമ്മൾ മുൻകൂട്ടി എന്താണ് വിവരിക്കുന്നതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ ഓർ പ്രെഡിക്റ്റ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഓർ ഔട്ട്കം ഓഫ് എ റിസർച്ച്. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് ടെസ്റ്റഡ്. There are two important types of hypothesis. First one is null hypothesis. It is denoted by H naught. It is a statement to be tested. Then they are formulated for testing statistical significance. Generally, they state that no significant difference between two variables. Then researcher always trying to disprove it. അതായത് ഡിസ്പ്രൂവ് ഇറ്റ് മീൻസ് റിസർച്ചർ എപ്പോഴും നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യാനാണ് നോക്കുക. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ഏതാണ്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്തിനാ സെറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, alternative hypothesis just opposite to null hypothesis denoted by H1. It states that there is significant difference between two variables. Here researcher always trying to approve alternative hypothesis. When H1 is accepted, H0 is rejected. ഇത് ഹൈപ്പോത്തിസിസ് എന്ന കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. I have a problem that is fertilizer Y. So Y on plant growth. Biofertilizer Y on plant growth. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ഞാൻ ഇപ്പോൾ ഫോർമുലേറ്റ് ചെയ്ത ഒരു ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ പ്രോബ്ലം. സോ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റിസർച്ചർ എന്താ ചെയ്യുന്നത്? ഹി അപ്ലൈയിങ് ദ ബയോ ഫെർട്ടിലൈസർ Y and predicting, then he is trying to predict that the biofertilizer Y increases plant growth. Here alternative hypothesis is application of a biofertilizer Y increases plant growth. അങ്ങനെയാണെങ്കിൽ null hypothesis എന്താണ്? Application of a biofertilizer Y do not increase plant growth. Okay, എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് അല്ലെങ്കിൽ നൺ ആയിട്ടാണ് നൾ ഹൈപ്പോത്തിസിസിനെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദ ടെസ്റ്റ് നള്ളിഫൈ നൾ ഹൈപ്പോത്തിസിസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് നൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് റിസർച്ച്. ബിഫോർ വി സ്റ്റാർട്ട്, വൈ വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച്? വൈ വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച്? ടേക്ക് അഗെയിൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഐ ഹാവ് എ പ്രോബ്ലം 1. നമുക്കറിയാം ലാസ്റ്റ് ഇയർ ദർ വാസ് ഫ്ലഡ് ഇൻ കേരള. സോ ഹിയർ പ്രോബ്ലം 1, ഐ എം ട്രൈങ് ടു സ്റ്റഡി എഫക്റ്റ് ഓഫ് എ ഫ്ലഡ് ഓൺ ദ പീപ്പിൾ ഇൻ കേരള. ഓക്കെ, പ്രോബ്ലം 1, എഫക്റ്റ് ഓഫ് എ ഫ്ലഡ് ഓൺ ദ പീപ്പിൾ ഇൻ കേരള. Then I have another problem, that is kind of a new drug introduced in market, and I am trying to study
the impact of that drug on the age group of 5 to 10. Okay, these two problems are very different. For problem 1, something has already happened, that is flood. Here we would be using ex post facto research. We study the impact of some event after the event is over. അല്ലെ, ഒരു പർട്ടിക്കുലർ ഫ്ലഡ് എന്ന് പറയുന്ന കാര്യം സംഭവിച്ചതിന് ശേഷം എന്താണ് നടന്നതെന്നാണ് നമ്മൾ ആദ്യത്തെ വാട്ട് ഹാസ് ഹാപ്പൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇത് മാത്രമാണ് നമ്മൾ ആദ്യത്തെ കേസിൽ പഠിക്കുന്നത്. എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്നാണ്, അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഈവന്റ് റിസർച്ച് എന്നാണ് അതിനെ പറയുന്നത്. സെക്കൻഡ് പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇമ്പാക്ട് ഓഫ് ന്യൂലി റിലീസ്ഡ് ഡ്രഗ് ഓൺ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 5 to 10. ഇവിടെ ഒരു എക്സ്പെരിമെന്റാ ചെയ്യുന്നത്. ആ പുതിയ ഡ്രഗ് എങ്ങനെയാണ് 5-നും 10-നും വയസ്സുള്ള കുട്ടികളുടെ ഇടയിൽ അത് അഫക്ട് ചെയ്യുന്നത്, എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ എക്സ്പെരിമെന്റ് റിസർച്ച് ആണ് ചെയ്യുന്നത്, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ് ചെയ്യുന്നത്. ഇവിടെ മെത്തഡോളജി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അപ്രോച്ച് രണ്ട് കേസിൽ, രണ്ട് പ്രോബ്ലത്തിലും വളരെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതായത് ഓരോ പ്രോബ്ലം ടു പ്രോബ്ലം ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇത്രയ്ക്കധികം ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ടായിരിക്കുന്നത്. ദെൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ തരുന്നത് ഏതെങ്കിലും ഒരു കേസ് സ്റ്റഡി തരും, അല്ലെങ്കിൽ ഇവന്റ് തരും, എന്നിട്ട് ഇതിൽ ഏത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഈ ടൈപ്സ് ഓഫ് റിസർച്ച് ഏതൊക്കെയാണെന്ന് മനസ്സിലായാൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. മിക്കപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് സിറ്റുവേഷൻസ് ആണ് തരുന്നത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അപ്പം എന്താണ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഡയറക്റ്റ് ആയി ചോദിക്കുന്നത് വളരെ കുറവാണ്. ഒരു സിറ്റുവേഷൻ തരുന്നു, ദെൻ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബേസിക് റിസർച്ച്. It is undertaken for the sake of a knowledge without any intention to apply it in practice. This research helps in developing theories, generalization and principles. Basic research example പറയുകയാണെങ്കിൽ theories in pure science like mathematics, physics, chemistry, etc. ഇതുപോലെ ഞാൻ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ന്യൂട്ടൺസ് കോൺട്രിബ്യൂഷൻ, അതായത് തിയറി ബിൽഡിംഗ് ആണ് ബേസിക് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് യൂട്ടിലൈസ് പ്രിൻസിപ്പിൾസ് മെയ്ഡ് ബൈ ബേസിക് റിസർച്ച് to know the problems with the best possible manner. It aims at finding a solution for an immediate problem facing a society or industry or business organization. For example, marketing research. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് റിസർച്ചിൽ? ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു പുതിയ മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു റിസർച്ച് ചെയ്യുക. പല ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന് സാധ്യതയുണ്ടോ, പുതിയ മാർക്കറ്റ് ഉണ്ടോ, ഡെവലപ്പിംഗ് ന്യൂ മാർക്കറ്റ്, സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് ന്യൂ മാർക്കറ്റ്. അതർവൈസ് പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസ് ഓഫ് കസ്റ്റമേഴ്സ്, പോസ്റ്റ് പർച്ചേസ് എക്സ്പീരിയൻസ് ഓഫ് കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇതെല്ലാം എന്താണ്? അപ്ലൈഡ് റിസർച്ച് ആണ്. നെക്സ്റ്റ് ഈസ് ആക്ഷൻ റിസർച്ച്. The main aim of this research is immediate application but not any development of a theory. It is research either initiated to solve the immediate problem, or if the researcher finds any problem during the course of field investigation or observation, he applies it. The example പ്രളയം തന്നെ നമുക്ക് നോക്കാം. എന്താണ് അവിടെ സംഭവിച്ചത്? ആൾക്കാർ ഒറ്റപ്പെട്ടു, ഫുഡ് കിട്ടാതായി. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ എന്താ ചെയ്തത്? ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എങ്ങനെ കണ്ട? റെസ്ക്യൂ ടീം വരുന്നു, ഫുഡ് കൊടുക്കുന്നു, അതുപോലെ ഒറ്റപ്പെട്ട ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ശരിക്കും അതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ നെല്ലിയാമ്പതി കണ്ട ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഒറ്റപ്പെട്ടപ്പോൾ അവിടെ ടെമ്പററി ആയിട്ടൊരു പാലം ഉണ്ടാക്കി ഫുഡും വേണ്ട അത്യാവശ്യ സാധനങ്ങളും എത്തിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി ഒരു പെട്ടെന്നൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ആക്ഷൻ റിസർച്ചിലൂടെ ചെയ്യുന്നത്. Next is descriptive research. It is a fact-finding investigation with adequate interpretation. The major purpose of a descriptive research is description of state of affairs as it exists at present. നമ്മൾ ഓൾറെഡി ഇത് എന്താണ് ഒബ്ജക്റ്റീവ് പറഞ്ഞപ്പോൾ പറഞ്ഞു. എന്താണ്
ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ കൃത്യമായി വിവരിക്കുന്നതിനാണ് എന്താ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. And in social science research, the term often used is ex post facto research or after the fact study or after the event study. Okay, take an example, that is effect of overweight on person's behavior. Effect of overweight on person's behavior. Ex post facto research എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്? എഫക്ട് ഓഫ് overweight on person's behavior. ഇതില് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്? overweight. then dependent variable person's behavior. ഇവിടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം പഠിക്കുമ്പോൾ overweight എന്ന വേരിയബിളിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഓൾറെഡി സംഭവിച്ച ഒന്നാണ് overweight എന്ന് പറയുന്നത് അല്ലേ? ആ വേരിയബിൾ ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ യാതൊരു വിധത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. റിസർച്ചറിന് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ യാതൊരു വിധത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്ലഡ്, സുനാമി, ഇതൊക്കെ എന്താ ഓൾറെഡി സംഭവിച്ചതാണ്. സംഭവിച്ചു പോയതിന് ശേഷം എന്ത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് മാത്രമേ എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ചിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. Here, researcher has no control over variables. He can only report what has happened or what is happening. Next is exploratory research. It is a preliminary study of an unfamiliar problem about which the researcher has little or no knowledge. It is usually conducted to study the problem that has not been clearly defined yet. Exploratory research എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത, ഇപ്പം മാസിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ അല്ലേ, അങ്ങനെ ഒരു യാതൊരു വിധത്തിലും ബേസിക് നോളേജ് ഇല്ലാത്ത അല്ലേ, അല്ലെങ്കിൽ റിസർച്ചിന് വളരെ കുറച്ച് മാത്രം അറിവുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് എക്സ്പ്ലോറേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് എക്സ്പ്ലോറേറ്റീവ് സ്റ്റഡി, ഫസ്റ്റ് വൺ ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ്, next is to increase researchers' familiarity with the problem, then to make precise formulation of the problem, then to gather information for clarifying concepts. Last one is to determine whether it is feasible to attempt the study. നമ്മളിത് സാധാരണ എല്ലാ റിസർച്ച് സ്കോളേഴ്സും ചെയ്യാറുണ്ട്. ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റുമോ, പ്രാക്ടിക്കൽ ആയിട്ട് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കുക. ഇസ്ലാമിക് ഫിനാൻസ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഇസ്ലാമിക് ഫിനാൻസ്? ശരിയാ ലോ പ്രകാരം എങ്ങനെ പണമിടപാട് നടത്താം അല്ലേ? അത് നമ്മുടെ ഇന്ത്യയിൽ പോസിബിൾ ആണോ അങ്ങനെ ഒരു സ്റ്റഡി? അല്ല, ഇന്ത്യയിൽ ഇസ്ലാമിക് ഫിനാൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ പറ്റുമോ, ഫീസിബിൾ ആണോ? അല്ല. ഈ ഒരു ഇസ്ലാമിക് ഫിനാൻസ് എന്ന കോൺസെപ്റ്റ് എങ്ങനെ നടപ്പിലാക്കാം, അല്ലെങ്കിൽ അതിന് ഇന്ത്യയിൽ സാധ്യതയുണ്ടോ ഇല്ലയോ, അങ്ങനെ ഒരു എക്സ്പ്ലോറേറ്റീവ് സ്റ്റേജിലുള്ള സ്റ്റഡീസ് മാത്രമേ അതിൽ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് സാധാരണ സയൻസിലാണ് കൂടുതൽ കാണാറ്. കാരണം ഒരു നോളജും ഇല്ലാത്ത പുതിയൊരു കാര്യത്തെ, തികച്ചും അപരിചിതമായ ഒരു കാര്യത്തെ അറിയുക എന്നുള്ളതാണ് എക്സ്പ്ലോറേറ്റീവ് റിസർച്ച്. നെക്സ്റ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ദിസ് ഈസ് സിമിലർ ടു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ബട്ട് വിത്ത് എ ഡിഫറൻസ്, which is directed towards discover what is happening, why is it happening and what can be done about it. It aims at identifying the causes of a problem and the possible solution for it. ഞാൻ ഡോക്ടറിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന്. ഓക്കെ, ദെൻ evaluation studies. The types of applied research. It is made for assessing and taking stock of effectiveness of social or economic programs. സാധാരണയായിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന എവല്യൂഷൻ സ്റ്റഡീസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫക്റ്റീവ്നെസ് ഓഫ് MNREGS. എന്താണ് MNREGS? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, തൊഴിലുറപ്പ് അല്ലേ? ആ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക്കലി നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, പ്രോഗ്രാം എഫക്റ്റീവ് ആണോ അല്ലയോ അല്ലേ? അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. മൈക്രോ ഫിനാൻസ് അല്ലെ, പോവർട്ടി എറാഡിക്കേഷന് വേണ്ടി പല പല കാലഘട്ടങ്ങളിലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രോഗ്രാംസ്.
അതുപോലെ ബിസിനസ് ഓർഗനൈസേഷന് നടത്താം. ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തി അതിനുശേഷം അതിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇവാലുവേഷൻ സ്റ്റഡീസ് ആണ്. നെക്സ്റ്റ് ഈസ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എക്സാമിനേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഓൺ ദ ഡിപെൻഡന്റ് വേരിയബിൾ. Here, researcher manipulate independent variable and measures dependent variable in order to establish cause and effect relationship between them. ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഒന്ന്, to examine relationship between independent variable and dependent variable. രണ്ട്, to try to identify cause and effect relationship between two variables. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ആ സിറ്റുവേഷനിൽ തന്നിരിക്കുക. ഓക്കെ, ദെൻ ഈ രണ്ട് കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? എക്സ്പെരിമെന്റൽ റിസർച്ച് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഇവന്റ്സ്. ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റഡി ഓഫ് പാസ്റ്റ് റെക്കോർഡ്സ് and other information sources with the aim of reconstructing a faithful representation of the past. Historical research is that which utilize historical sources to study events or ideas of the past, including the philosophy of persons and groups at any remote point of time. അതായത് പഴയ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റിനെ കുറിച്ച് പഠിക്കുക, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത്. പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹിസ്റ്ററിയിൽ ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ഏതെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കാം, ഐഡിയോളജി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് എ പേഴ്സൺ. ഇതിൽ ഏതെങ്കിലും അല്ലേ നിങ്ങൾ പഠിക്കുക? ഐഡിയോളജി ഹിന്ദുയിസം, ബുദ്ധിസം അല്ലേ? ബുദ്ധിസം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ വരുന്നത്.